ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനാണ്. ഒന്നും നോക്കില്ല, ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കും. എനിക്ക് വലിയ ധാരണകളൊന്നുമുള്ള, എന്നാലും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കും. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് സൺസ്ക്രീനും മോയ്സ്ചറൈസർ നല്ലപോലെ ഇടുക, അല്ലെങ്കിൽ കരിഞ്ഞ് പൊരിഞ്ഞ് മൊരിയാവും. അതുകൊണ്ട് ആദ്യം അതിടുക. അപ്പം ഞാൻ അതിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസീലർ എടുക്കണം. ഇത് കണ്ടോ, ഇത് ഞാൻ തുരന്ന് നശിപ്പിച്ച് വെക്കുക, കാരണം അത്രയ്ക്കും അടിപൊളി കൺസീലറാണ്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇപ്പം തീർന്നത് കൊണ്ട് നമ്മൾ വേറെ എടുക്കും. എൻ്റെ വേറെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല. ഞാൻ ഒരു പുതിയ തരണം മേടിച്ചു അത്. പക്ഷെ എനിക്ക് എത്രത്തോളം ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെ കൂടുതലാണോ? ശരി, ആരും ഇത് കണ്ട് പഠിക്കില്ലേ, ട്യൂട്ടോറിയലാണെന്ന് കരുതിയിട്ട്. ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് ഇടും, എന്നിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മായും. എന്താ പിന്നെ എന്തിനും ചിലപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. കണ്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് ഇടാൻ പറഞ്ഞതുകൊണ്ട് ദൈവം മുഖത്ത് മൊത്തം ഡാർക്ക് സ്പോട്ട്സ് വന്നേക്കുക. മുഖത്ത് മൊത്തം ഇടേണ്ട അവസ്ഥ. അപ്പം മൊത്തം ഇട്ട് വന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഒരു ഭാഗത്ത് മൊത്തം തന്നെ ഇത്രയും. ചുമ്മാ അവിടെ നിന്നില്ല, ചുമ്മാ. എനിക്ക് കണ്ണിൻ്റെ മേളിൽ കൺസിഡർ ചെയ്യാൻ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലഷ് ആയിട്ട് ഇടും. ഇങ്ങനെ അസ്വി ചേച്ചി പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ കൂടുതൽ മേക്കപ്പ് ഇട്ട പോലെ തോന്നരുത് കൊണ്ട് നമ്മൾ ഒരുമിച്ചല്ല ഇട്ട് ബ്ലെൻഡ് ചെയ്യണം. സോ ഐ ആം ദ പാത്ത് ഓഫ് അസ്വി ചേച്ചി. മതിയോ? എനിക്കറിയില്ല, ഇതിനകത്ത് നോക്കി ചെയ്ത എത്ര കരിയൊക്കെ എഴുതുമ്പോൾ ഇത് നോക്കി പിന്നെ തീർന്ന് പെട്ടെന്ന് നടക്കടാ. അയ്യോ സോറി, സാധനം പൊട്ടില്ല. ഓക്കെ, നമ്മളിത് ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യാൻ ഒരൊറ്റ ആയതേ ഈ ലോകത്തുള്ളൂ. ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. ബ്ലെൻഡ്. അയ്യോ, മൂക്കിൻ്റെ അവിടെ ഒന്നും ഇട്ടില്ലല്ലേ, കുഴപ്പമില്ല. നമ്മളതിന് പ്രൊഫഷണൽ ആണോ? അല്ല, പിന്നെ എന്തുവാ കൊണ്ടാ. കൺസിലായോ? ഇല്ലേ, ഇവിടെ ഇട്ടില്ലല്ലേ. ഒന്നിട്ട് തുറക്കണ്ടേ നമ്മൾ, അതുകൊണ്ടാ അവിടെ ഈവൻ ടോൺ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊന്നുമില്ല, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട എന്ന് ബ്ലാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ കൺസിലറെല്ലാം കയ്യിലായെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണിൻ്റെ അവിടെ നമ്മൾ തൊടാൻ പാടില്ല, കാരണം അത് സെറ്റിലാവാൻ സമയം കൊടുക്കണമെന്നാണ് വലിയ ആൾക്കാർ പറയുന്നത്. അപ്പം നമ്മൾ അതുപോലെ കേൾക്കണം. അപ്പം നമുക്ക് ബ്ലഷ് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ. അയ്യോ എനിക്ക് എപ്പോഴും ഉള്ളതാണ്. എങ്ങനെയുണ്ട് ആ ഒരു ഗ്ലൗ? ഇവിടെ ഉണ്ട്. ശരി, ഒന്നും പോകുന്നില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ, നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള സാധനം ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ്. ഈശ്വര, എനിക്ക് പിന്നെ എന്താണെന്ന് വിചാരിക്കും. എന്താ സെറ്റല്ലേ? കുറച്ച് വ്യത്യാസമല്ലേ? ഞാൻ പൗഡർ ഇട്ട് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മൾ. എനിക്ക് കോമ്പാക്ട് പൗഡർ ഇല്ല. ഐ ഡോണ്ട് ലൈക്ക് കോമ്പാക്ട് പൗഡർ, അതുകൊണ്ട് ഞാൻ മേടിക്കില്ല. ഐ ലൈക്ക് പൗഡർ കൊണ്ട് ഫിക്സ് ചെയ്യുന്ന പോലെ ഒന്നിനും പറ്റില്ല. അതും ബ്രഷിന് പ്രൊഫഷണൽസും കളയരുത്. ഓക്കെ, പണ്ട് ഡാൻസിനൊക്കെ പോകുമ്പോൾ, ഡാൻസിനൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ ഒപ്പനയൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അതിനൊക്കെ പോകുമ്പോൾ ഡാൻസ് അല്ലല്ലേ, അതിന് മേക്കപ്പ് ഇട്ടാണോ മാമൻ ഇങ്ങനെ അടുത്ത് പിടിച്ചെടുത്ത്, അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നു. പ്രൊഫഷണലിസം. പേടിച്ചോ? എൻ്റെ ലൈഫിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതാണ് കോൺഫിഡൻസ്. എനിക്ക് ഐബ്രോ ദൈവം അറിഞ്ഞിങ്ങനെ കൊലച്ച് തന്നത് കൊണ്ട് ഐബ്രോ വരയ്ക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. തട്ടണം, നമ്മൾ തട്ടുമ്പോഴേ പ്രൊഫഷണലിസം വരും. നമ്മൾ തട്ടണം. കാണുന്നില്ല, കൊളായാലിപ്പോൾ എന്താ, നമ്മൾ പ്രൊഫഷണൽ അല്ലല്ലോ. രംഗ അടാ, ഈ പുരുകത്തിനൊരു ജീവൻ വന്നില്ലേ, അത്രയും മതി. കൂടുതൽ കുറച്ച് ഡ്രമാറ്റിക് ആവും ഞാൻ. ഡ്രമാറ്റിക്. എൻ്റെ നാട്ടിലെ ബന്ധുക്കളൊക്കെ അഥവാ യൂട്യൂബ് ചാനൽ, മോള് പോയേ, പെണ്ണ് എന്തൊക്കെ വാരി പഠിച്ച് തേച്ചേ എന്നായിരിക്കും പറയുന്നത്. കുഴപ്പമില്ല, പറഞ്ഞു. ഇപ്പം രണ്ടിനും ഒരു ജീവൻ വന്നു, ആ യുദ്ധത്തിന് ജീവൻ വന്നില്ലല്ലോ. കണ്ട, എന്നിട്ട് ഇതുണ്ട്, ഇതിട്ട് ഇങ്ങനെ സ്പൂളാണ്. ഇതിൻ്റെ പേരാണ് സ്പൂള്. ഇപ്പം നമ്മൾ സ്പൂളാണ്. ചെറുതായിട്ടാണ്, കാരണം എനിക്ക് ചെറുതായിട്ട് പുരികൊള്ളതുകൊണ്ട് ചെറുതായിട്ടേ ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ വലുതായിട്ട് തോന്നുമ്പോൾ വലുതായിട്ട് തോന്നും. ഇപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഐസ് വാട്ടർ വേണോ ആ സാധനം ബാക്കി വന്നു.
പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ മേടിച്ചൊരു ഐലൈനർ. എനിക്കറിയില്ല, ഞാൻ ഈ ഐലൈനർ ഒരിക്കലും മാറ്റത്തില്ല. ഇത് ഞാൻ മേടിച്ചിട്ട് ഞാൻ യുജിക്ക് പഠിച്ചപ്പോൾ മേടിച്ചതാണ്. മുതൽ 4-5 വർഷം എക്സ്പയർ ആയി കാണും, എനിക്കറിയാം. എന്നാലും ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? വേണ്ട, റിസ്ക്. നീ ഇപ്പോൾ ഒരു ചന്തമൊക്കെ ഉണ്ട്. ആർക്ക്? എനിക്ക്. ഐലൈനർ ഇട്ടാൽ നമ്മൾ മസ്കാരയാണ് ഇടാനുള്ളത്. നമ്മളിങ്ങനെ, ഇതെൻ്റെ മസ്കാര എൻ്റെ ബ്രദർ എനിക്ക് തന്നതാണ്. സോ നൈസ്. ഞാനിടുമ്പോൾ നമ്മളിങ്ങനെ വാ തുറന്നിട്ടാണ് ഇടുന്നത്. പക്ഷെ ഞാൻ അടച്ചു വെച്ചു. പേടിക്കടാ. ഇനി നമ്മൾ അടുത്തത്, എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ണാടി വേണം. ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടണം. ഞാൻ എപ്പോഴും ഇടുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പറയില്ല. ഇത് ഞാൻ ബെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ തന്നെ ഇത് എല്ലാം ഉണ്ട്. ശങ്കര സെറ്റപ്പല്ലേ. ഇത് NY ബേഡ ഒരു ലിപ്സ്റ്റിക്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു തൊട്ടാൽ മതി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ നല്ല ഒരു ഷെയ്ഡ് കിട്ടും. ഇനി നമ്മൾ കുറച്ചല്ല, ഇനി നമ്മൾ ഒരു ബ്രഷ് എടുത്ത്, എനിക്ക് ബ്രഷ് ഇട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. വൈദവിനെ എങ്ങോട്ട് കാണുന്ന അറിഞ്ഞില്ലല്ലോ. ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചീനെ കാണാനാണ്. ചേച്ചി പുറത്ത് പോവുക, ചേച്ചീനെ കാണാനാണ് ഞാൻ കാണത്. കുറച്ച് മേനെ ഉണ്ടായല്ലോ. ഇപ്പോൾ സെറ്റല്ലേ? അല്ല സെറ്റല്ലേ? ഇന്ന് കുറച്ചധികം വിയർപ്പുള്ളതാണ്. അതായത് ഈ കത്തി ചൊലിച്ച് നിൽക്കുന്ന കണ്ടോ സൂര്യൻ, കുറച്ചധികം ചൂടുണ്ട്. അപ്പോൾ നല്ല വിയർത്ത് ഒഴിക്കും. സോ ഞാൻ സെറ്റിംഗ് സ്പ്രേ ചെയ്യാം. ഈ സെറ്റിംഗ് സ്പ്രേ എൻ്റെ ഫേവറേറ്റാണ്. നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ നല്ല രസമാണ്. ഒരു എല്ലാം വായിലാണ് വേണ്ടത്. കുഴപ്പമില്ല, നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. എന്നാലും എനിക്ക് സമാധാനം ഡാബ് എടുക്കും. എനിക്കിതിങ്ങനെ ഉണങ്ങിയിട്ട് അവിടെ അതിലിട്ടപ്പോൾ തന്നെ പൗഡർ ഇട്ട ഒരു പുട്ടി ഫീലിംഗ് പോയി. Wow, I like it. Wow, I like it. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ക്യൂട്ടല്ലേ? എങ്ങനെ ഉണ്ട്? ബൈ ഗൈസ്. ഇതുപോലത്തെ ഗെറ്റ് റെഡി വിത്ത് മീ അയച്ചാൽ ഇനിയും വേണമായിരിക്കും. ബൈ.